സിനിമാ നിർമ്മാതാക്കൾ തമ്മിലുള്ള തർക്കം, ആ തർക്കത്തിൽ സൂപ്പർ താരങ്ങൾ ഇടപെടുന്നു എന്നുള്ള സുപ്രധാനമായ റിപ്പോർട്ടിലേക്കാണ് ആദ്യം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഈ തർക്കത്തിൽ ഇടപെടുകയാണ്. എന്നാൽ അനുനയ നീക്കത്തോട് ജി സുരേഷ് കുമാർ ഇതുവരെ വഴങ്ങിയിട്ടില്ല, നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് വിശദീകരണം. വിഷയത്തിൽ ഒരു സമവായം വൈകും. സഹിൻ ആന്റണിയുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ രണ്ട് തട്ടിലാണ്. ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിക്കുന്നവർ ചുരുക്കമാണ്. ജി സുരേഷ് കുമാറിനൊപ്പമാണ് ഭൂരിഭാഗം പേരും. സൂപ്പർ താരങ്ങൾ ഇടപെടുമ്പോൾ ഇതിൽ പെട്ടെന്നൊരു സമവായത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. സേതു സ്വാഭാവികമായ ഒരു സമവായത്തിലേക്ക് പോകേണ്ടി വരും. അതുതന്നെയാണ് ഇന്നലെ ലിസ്റ്റി സ്റ്റീഫന്റെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് തൊട്ട് പിന്നാലെയാണ് മമ്മൂട്ടിയും മോഹൻലാലും നിർമ്മാതാക്കളുടെ സംഘടനയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇടപെടുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജി സുരേഷ് കുമാറും ഒപ്പം തന്നെ ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂരുമായി എല്ലാം ഈ സൂപ്പർ താരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിർമ്മാതാക്കളുടെ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം ആവശ്യം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാൽ പൂർണ്ണമായിട്ടും ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ നൽകിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയായിരുന്നു ലിസ്റ്റി സ്റ്റീഫൻ അടക്കമുള്ള ആളുകൾ നിർമ്മാതാക്കളുടെ അസോസിയേഷന് പിന്തുണയുമായി, അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചിരുത്തി ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ ഇടപെടുന്നതോടുകൂടി സ്വാഭാവികമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലെ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി സൂപ്പർ താരങ്ങളടക്കം ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. സേതു, സഹിനി, ലിസ്റ്റിനൊക്കെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരെല്ലാം ഫ്രണ്ട്സാണ്. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ജി സുരേഷ് കുമാറുമായിട്ടും വളരെ മികച്ച വ്യക്തിബന്ധം തുടരുന്ന, സുഹൃത്ത് ബന്ധം തുടരുന്നയാളാണ് മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇതിന് ഒപ്പം ചേർന്നത്, ഈ ആന്റണി പെരുമ്പാവൂരിന് പിന്തുണ അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് സൂപ്പർ താരങ്ങളും എത്തുമ്പോൾ അതിന് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഈ ജി സുരേഷ് കുമാർ തന്റെ നിലപാടിൽ നിന്ന് കുറച്ചൊന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പിന്നോട്ട് ഈ ഘട്ടത്തിൽ സുരേഷ് കുമാർ പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഘട്ടത്തിൽ പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം സുരേഷ് കുമാർ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയിലെ പ്രശ്നം അത് പ്രശ്നവുമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ, ജൂൺ 1 സമരപ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നപരിഹാരത്തിനായി മമ്മൂട്ടിയും മോഹൻലാലും കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂർ അടക്കമുള്ള ആളുകളെ സമവായത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കുക, നിർമ്മാതാക്കളുടെ സംഘടനയിലെ പ്രശ്നം പരിഹരിക്കുക, കൂടാതെ അമ്മയുമായി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ള പ്രശ്നം പരിഹരിക്കുക, ഇതെല്ലാത്തിനു വേണ്ടിയുള്ള ഒരു ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലിസ്റ്റി സ്റ്റീഫൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും. ശരി സഹിൻ, നിർമ്മാതാക്കളുടെ സംഘടനാ തർക്കത്തിൽ ഇടപെടുകയാണ് സൂപ്പർ താരങ്ങൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.